ഒന്ന്, ഈ തെരഞ്ഞെടുപ്പ് LDFന് വളരെ അനുകൂലമായ റിസൾട്ട് വരാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പ് തന്നെയാണ്. അതിന്റെ കാരണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, ഈ തെരഞ്ഞെടുപ്പിനെ നയിച്ചത് കേരളത്തിന്റെ നായകനായിട്ടുള്ള സഖാവ് പിണറായി ആണ് എന്നുള്ളത് തന്നെയാണ്. ജനങ്ങൾ എല്ലാവരും വളരെയധികം ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ട് നിൽക്കുകയാണ്. അതുകൊണ്ട് UDF അധികാരത്തിൽ വരുമെന്നുള്ളൊരു ചിന്തയെ എന്നെ സംബന്ധിച്ചില്ല. 10 വർഷം കൊണ്ട് നമ്മൾ നേടിയെടുത്തൊരു നേട്ടമുണ്ട്. അതെങ്ങാനും ഒന്ന് മാറി വേറൊരു ഭരണം വന്നാൽ വീണ്ടും ഒരു 15 വർഷം കേരളം പുറകോട്ട് പോകും. പിന്നെ ഇതിനെ വീണ്ടും തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ എത്ര നാളത്തെ പരിശ്രമമാണ്. മറ്റു പാർട്ടികളെക്കാൾ വ്യത്യസ്തമായിട്ട് സ്ത്രീകൾക്ക് കൂടുതൽ അംഗീകാരം നൽകാൻ CPIM പരിശ്രമിക്കാറുണ്ട്, ഇടതുപക്ഷം LDFും പരിശ്രമിക്കാറുണ്ട്. പ്രധാനമന്ത്രിയായി വനിത വന്നു, രാജ്യത്തെ സ്ത്രീകളുടെ അവസ്ഥ മെച്ചപ്പെട്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നല്ലേ ഉത്തരം. വലിയ നമുക്കിങ്ങനെ വിശേഷണങ്ങളൊന്നും ആവശ്യമില്ലാത്ത, മലയാളികൾക്കൊക്കെ ഒരുപോലെ നന്നായിട്ട് അറിയാവുന്ന ഒരു മുഖമാണ്, ഒരു സഖാവാണ് എൻ്റെ കൂടെ ഉള്ളത്, ചിന്ത ജെറോം. നമസ്കാരം. നമസ്കാരം. ഇപ്പം ഈ ചിന്ത ജെറോം എന്നുള്ളൊരു പേര്, അത് ചിന്ത മാഗസിനിൽ നിന്ന് വന്നതാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ആ കഥ അറിയാത്തവർക്കായിട്ട് അതൊന്ന് പറയാൻ പറ്റുമോ? പപ്പയുടെയും മമ്മിയുടെയും ഒരു കുറേ നാളത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ഞാൻ ജനിക്കുന്നത്. അവരുടെ വിവാഹത്തിന് ശേഷം 16 വർഷങ്ങൾക്ക് ശേഷമാണ് ജനിക്കുന്നത്. അപ്പം പപ്പായുടെ വീട് കുണ്ട്രയാണ്, അമ്മയും കുണ്ട്രയാണ്. അമ്മ പേരയും കുണ്ട്ര പേരയും, പപ്പയും കുണ്ട്ര തന്നെ. അപ്പം രണ്ടുപേരും കൂടി ഇപ്പോൾ കുഞ്ഞ് ജനിച്ച സമയത്തൊരു പേര് ഇടുന്നതിനെക്കുറിച്ച് ആലോചിക്കുമ്പം പപ്പയുടെ അപ്പച്ചൻ്റെ പേര് ചിന്നപ്പൻ ഫെർണാണ്ടസ് എന്നാണ്. അപ്പോൾ C വെച്ചൊരു പേരാവട്ടെ എന്നൊരു തീരുമാനത്തിലേക്ക് വന്നു. അപ്പോൾ ഒരുപാട് പേരുകൾ ഇങ്ങനെ ആലോചിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ആ സമയത്താണ് ജോസൂട്ടി സഖാവ്, കുണ്ട്രയിലെ വളരെ ജനങ്ങൾക്കെല്ലാം വളരെ പ്രിയപ്പെട്ട സഖാവാണ്. ജോസൂട്ടി സഖാവുമായിട്ടൊക്കെ ഉള്ളൊരു സംസാരത്തിൽ നിന്നൊക്കെ, അതുപോലെ പപ്പായുടെ ജ്യേഷ്ഠൻ ഹെൻറി സാർ എന്ന് പറയും, കുമ്പളം ഹെൻറി എന്നാണ് അദ്ദേഹം. ഒരു പൊതുപ്രവർത്തകനൊക്കെ ആയിരുന്നു, നന്നായി പ്രസംഗിക്കുകയൊക്കെ ചെയ്യുന്നൊരു വ്യക്തിയാണ്. അപ്പം അപ്പേനെന്നാണ് ഞാൻ വിളിക്കുന്നത്. അപ്പം അപ്പേനും പപ്പായും മമ്മിയും എല്ലാവരും കൂടെ ചേർന്നുള്ളൊരു ആലോചനയിലാണ് ഈ ചിന്ത വാരികയുടെ ഒരു പ്രചോദനവും കൂടെ ഉണ്ടാവണം, ചിന്ത എന്നൊരു പേരിലേക്ക് വന്നു. C വെച്ചുള്ളൊരു പേര് ചിന്ത എന്ന് വന്നു. പപ്പായുടെ പേര് ജെറോം എന്നാണ്, അങ്ങനെ ചിന്ത ജെറോം എന്ന് പേരിട്ടു. അതിലൊരു രസകരമായ കാര്യം, ഞങ്ങളുടെ കുണ്ട്രയിലെ വീടിൻ്റെ പേര് CJ വിഹാർ എന്നാണ്. അത് പപ്പായുടെ പേര് C ജെറോം എന്നാണ്, അപ്പച്ചൻ്റെ പേര് ചിന്നപ്പനാണ് C ജെറോം. അപ്പം CJ വിഹാർ. അപ്പം ഞാൻ ജനിച്ചു കഴിഞ്ഞപ്പോൾ പപ്പ പറയും ഇത് ചിന്താ ജെറോം വിഹാറാണ്. അതിന് മുമ്പേ ഇട്ട പേരാണ്, പക്ഷെ അപ്പം അതെല്ലാം ഒത്തുപോകുന്ന വിധത്തിൽ C വെച്ചൊരു പേരിട്ടു എന്നുള്ളതാണ്. അപ്പോൾ ഈ ജന്മവുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ വേറൊരു കഥ കേട്ടിട്ടുണ്ട്. അതായത് ഈ ആശുപത്രിയിൽ കിടക്കുന്ന സമയത്ത് അമ്മയ്ക്ക് മകളെ ഒന്നുകൂടെ കാണണമെന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ ഒരു ജാഥ ചൂണ്ടിക്കാണിച്ചിട്ട് ഇപ്പം കാണാൻ പറ്റില്ല, കുഞ്ഞാ ജാഥയിലൂടെ ഇറങ്ങിപ്പോയി എന്ന് പറഞ്ഞു. അപ്പോൾ വളർന്നു വന്നപ്പോഴും അത് തന്നെയാണ് സംഭവിച്ചത്. ജാഥയും മീറ്റിംഗ് കഴിഞ്ഞിട്ട് വീട്ടിൽ കയറാൻ, തിരക്കൊഴിഞ്ഞ് വീട്ടിൽ കയറാൻ പറ്റാത്തൊരു കുട്ടിയായിട്ട് ചിന്ത വളർന്നു. അപ്പം ശരിക്കും ഇങ്ങനൊരു ലൈഫ് ആയിരുന്നോ ആഗ്രഹിച്ചത്, അതോ അതങ്ങനെ ഒരു ഒഴുക്കിലങ്ങനെ സംഭവിച്ചു പോയതാണോ? ഇതിൻ്റെ ഒരു കൺവീനിയൻസും ഇതൊക്കെ എൻജോയ് ചെയ്യുന്നുണ്ടോ? പിന്നെ ഞാൻ ഇപ്പോഴത്തെ ജീവിതം വളരെയധികം എൻജോയ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതങ്ങനെ പ്ലാൻഡായി രൂപപ്പെട്ടു വന്നൊരു ജീവിതമൊന്നും അല്ല. പക്ഷേ വളരെ സന്തോഷകരമാണ്. കാരണം എൻ്റെ ജീവിതത്തിലെ സന്തോഷങ്ങളൊന്നും ഞാൻ എങ്ങും മാറ്റിവെച്ചിട്ടല്ല പൊതുപ്രവർത്തനത്തിലേക്ക് പോകുന്നത്. പലരും പറയും ഞങ്ങൾ ഒരുപാട് മാറ്റിവെച്ചു, ഞങ്ങൾ ഒരുപാട് ത്യജിച്ചു എന്നൊക്കെ ഉള്ള ഒരുപാട് ത്യാഗങ്ങൾ സഹിക്കുന്നവരുണ്ട്. പക്ഷേ എന്നെ സംബന്ധിച്ച് ഞാൻ ഇടപെടുന്ന ഓരോ മേഖലയും എനിക്ക് സന്തോഷം നൽകുന്നത് തന്നെയാണ്. അത് പുറത്തുനിന്ന് കാണുന്നവർക്ക് ചിലപ്പം അയ്യോ നിങ്ങൾക്ക് കുറേ തിരക്കുകളുണ്ടല്ലോ, കുറേ എല്ലാം ത്യാഗങ്ങൾ വരുന്നല്ലോ എന്നൊക്കെ തോന്നുന്നുണ്ടാവും. അല്ലെങ്കിൽ ഈ ട്രോളുകളെയൊക്കെ എങ്ങനെ നേരിടുന്നുണ്ട് എന്നൊക്കെ പലരും ചോദിക്കും, ഇത്രയും പ്രയാസങ്ങളിലൂടെ പോകുന്നല്ലോ എന്നൊക്കെ. പക്ഷേ എന്നെ സംബന്ധിച്ച് അത് അങ്ങനെ ഒരു വലിയ ബുദ്ധിമുട്ടായിട്ടോ അല്ലെങ്കിൽ എൻ്റെ ഒരു സന്തോഷത്തെ കെടുത്തുന്നതായിട്ടോ എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ ഇടതുപക്ഷ രാഷ്ട്രീയ പ്രവർത്തകരായി മാറുമ്പോൾ തന്നെ നമ്മൾ അത്തരത്തിൽ പരുവപ്പെടുന്നു എന്നുള്ളതാണ്. നമ്മൾ വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രവർത്തനത്തിന് ഭാഗമായി വരുമ്പോൾ തന്നെ നമ്മൾ കാണുന്നൊരു അനുഭവമുണ്ട്. നമ്മുടെ കൂടുള്ള പല സഖാക്കളും നേരിടുന്ന പ്രശ്നങ്ങൾ, പോലീസിൻ്റെ ലാത്തി ചാർജ്, അതുപോലെ തന്നെ നമ്മളും സമരത്തിൻ്റെ ഭാഗമാകുമ്പോൾ ഉണ്ടാകുന്ന, ആ സമയത്തൊക്കെ വളരെ കലുഷിതമായ വിദ്യാർത്ഥി സമരങ്ങളുടെ ഭാഗമായിട്ടുണ്ട് ഞാൻ. അപ്പോൾ അന്നേരം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, പിന്നീട് എൻ്റെ കൂടെ ഒപ്പം ഉണ്ടായിരുന്ന സഖാവ് അജയപ്രസാദ് രക്തസാക്ഷിയാവും. അപ്പോൾ ആ രക്തസാക്ഷിത്വത്തിൻ്റെ അനുഭവം, അതിൻ്റെ ആ കുടുംബവുമായിട്ടുണ്ടാകുന്ന ബന്ധം, ഒരു രക്തസാക്ഷിയുടെ അമ്മയുടെ വേദന എന്ന് പറഞ്ഞാൽ ഒരിക്കലും അടങ്ങാത്ത വേദനയാണ്.
അപ്പം അജയ് പ്രസാദിൻ്റെ കുടുംബവുമായിട്ടുള്ള വ്യക്തിപരമായ അടുപ്പം അതൊക്കെ എന്നിലെ ഒരു പൊതുപ്രവർത്തകയെ രൂപീകരിച്ചെടുക്കുന്നതിൽ വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ഞാൻ യൂണിവേഴ്സിറ്റി യൂണിയൻ്റെ ചെയർപേഴ്സൺ ആയിരിക്കുന്ന ഒരു ഘട്ടമുണ്ട്. ആ ഘട്ടത്തിലാണ് ഈ ഒരു മരണമെല്ലാം അറിയുന്നതും വീട്ടിലേക്ക് ചെല്ലുന്നതും. അവിടെ ചെല്ലുമ്പോൾ അമ്മ, അച്ഛനെന്ന് പറഞ്ഞാൽ അച്ഛൻ വളരെ ധൈര്യമുള്ള ഒരു മനുഷ്യനായിരുന്നു, അജയ് പ്രസാദ് സാറിൻ്റെ അച്ഛൻ. അപ്പോൾ അച്ഛൻ അജയ് പ്രസാദിൻ്റെ ശരീരത്തിലെ ഓരോ എല്ലും അടിച്ച് അദ്ദേഹത്തെ അടിച്ചു കൊന്നു എന്നാണ് നമുക്ക് ആ തരത്തിലാണ് പറയേണ്ടി വരിക. അപ്പം ഓരോ ശരീരത്തിൻ്റെ മജ്ജയും രക്തവും എല്ലാം കലങ്ങി അടിച്ച് ആ ചെറുപ്പക്കാരൻ കരഞ്ഞുകൊണ്ട് മെഡിക്കൽ കോളേജിനകത്തേക്ക് സ്ട്രെച്ചറിൽ പോകുമ്പോഴും അജയ് പ്രസാദിൻ്റെ അച്ഛൻ പറഞ്ഞത്, നീ കരയാൻ പാടില്ല, നീ ഒരു കമ്മ്യൂണിസ്റ്റ് ആണെന്ന് പറഞ്ഞ ഒരു രക്തസാക്ഷിയുടെ പിതാവ്, അദ്ദേഹത്തെ ഞാൻ എൻ്റെ ഒരു 18-19 വയസ്സിൽ കാണുകയാണ്. അപ്പം അദ്ദേഹമായിട്ടുണ്ടാകുന്നൊരു ബന്ധം. അജയ് പ്രസാദിൻ്റെ അമ്മ പിന്നെ ഓരോ ഘട്ടത്തിലും നമ്മളെ വിളിക്കുന്നത്. അജയ് പ്രസാദിൻ്റെ സഹോദരൻ ഗൾഫിൽ ഇടയ്ക്ക് ജോലി ചെയ്യാൻ പോയി. ഒരു ദിവസം രാവിലെ എന്നെ വിളിച്ചു, ചേച്ചിയെ ഞാൻ സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞ് വിളിച്ചത്. അജയ് പ്രസാദ് മരിച്ച് അവിടെ ചെല്ലുമ്പോൾ അദ്ദേഹത്തിൻ്റെ കുഞ്ഞനിയത്തി അന്ന് 4-5 വയസ്സേ അവൾക്കുള്ള, ആര്യ. ഇന്നവൾ SFIയുടെ കേന്ദ്ര കമ്മിറ്റി അംഗമാണ് ആര്യ പ്രസാദ്. അപ്പം അങ്ങനെയൊക്കെ ഞാൻ ഈ പറഞ്ഞതുപോലെ നമ്മളൊക്കെ ജീവിതത്തിൽ അനുഭവിക്കുന്നതിൻ്റെ എത്രയോ മേൽ വലിയ വേദനകൾ അനുഭവിച്ചുകൊണ്ടാണ് ഈ പാർട്ടിയുടെ പ്രവർത്തകരും സഖാക്കളും എല്ലാം നിൽക്കുന്നത്. അപ്പം അതിൻ്റെ ഒരു ഭാഗമാകാൻ കഴിയുന്നു എന്നുള്ളത് തന്നെ വലിയ സന്തോഷമാണ്. ഈ പഴയ ഓർമ്മയെക്കുറിച്ച് പറഞ്ഞത് മമ്മി പറഞ്ഞൊരു അനുഭവവും കഥയുമാണ്. മമ്മി പറഞ്ഞത് ഇങ്ങനെ മമ്മിയെ ഡെലിവറിക്ക് വേണ്ടി അഡ്മിറ്റ് ചെയ്തത് ഇവിടെ കൊല്ലത്ത് തൊട്ടടുത്താണ്, നായസ് ഹോസ്പിറ്റലിൽ. അപ്പോൾ അവിടെ മമ്മിക്കൊരു 40 വയസ്സോളം അടുത്തു ആ സമയത്ത്. അപ്പോൾ എല്ലാവർക്കും വലിയ ടെൻഷനാണ്, ഇത് എങ്ങനെ കുഞ്ഞിൻ്റെ ഒരു ഡെലിവറി എല്ലാം എങ്ങനെ ആയിരിക്കും. അപ്പം മമ്മി അന്ന് കോയിക്കൽ സ്കൂളിൽ പഠിപ്പിക്കുകയാണ്. അപ്പം മമ്മിയുടെ കുറേ സുഹൃത്തുക്കളുണ്ട്, ടീച്ചർമാർ. അതിൽ രമ ടീച്ചറൊക്കെയാണ് എൻ്റെ മനസ്സിൽ എപ്പോഴും ഓർമ്മ വരുന്നത്. രമ ടീച്ചറുണ്ട്, സ്റ്റെല്ലാമ്മ ടീച്ചറുണ്ട്, അല്ലേ അമ്മ? അവരെല്ലാം ഇങ്ങനെ വന്ന് ഓരോ ദിവസവും മമ്മിക്ക് കൂട്ടിരിക്കും. അത് കാരണം അതായത് പ്രസവം എങ്ങനെ വരും, സിസേറിയൻ എന്താവും, കുഞ്ഞ് ഹെൽത്തി ആയിട്ട് വരുമോ, അമ്മ ഹെൽത്തി ആയിരിക്കുമോ, അതൊക്കെയാണ് ടെൻഷൻ. അപ്പോൾ ഈ ടീച്ചേഴ്സൊക്കെ അമ്പലങ്ങളിൽ പോവും, അവർ നേർച്ച നേരുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ അവർ മമ്മിയുടെ കൂടെ ഇങ്ങനെ വന്നിരുന്ന്. അപ്പം ഡോക്ടർ പ്രമോദ് റോയി ജോൺ ആണ് മമ്മിയുടെ ഗൈനക്കോളജിസ്റ്റ്. അതോടൊപ്പം തന്നെ ആ ഹോസ്പിറ്റലിൻ്റെ ഓണറുടെ മകൻ ഡോക്ടർ മോഹൻ നായർ, അദ്ദേഹം ആ സമയത്ത് MBBS കഴിഞ്ഞ് ഹൗസ് സർജൻസി ചെയ്തുകൊണ്ട് അവിടെ ഉണ്ട്. അപ്പോൾ അദ്ദേഹം ഓടി വന്ന് മമ്മിയെ കാണും, പ്രമോദ് ഡോക്ടറും വന്ന് കാണും. അപ്പോൾ അങ്ങനെ ഡെലിവറിക്ക് കൊണ്ടുപോയ സമയത്ത് ഡെലിവറി സിസേറിയൻ കഴിഞ്ഞു, കുഞ്ഞിനെ പുറത്തെടുത്തു. മമ്മി ഒരു തവണ കാണിച്ചു കഴിഞ്ഞിട്ട് മമ്മിക്ക് വീണ്ടും കാണണമെന്ന് തോന്നി. അപ്പോൾ ആ സമയത്ത് മമ്മി പറഞ്ഞു, ഡോക്ടറെ എനിക്ക് ഒന്നുകൂടി കുഞ്ഞിനെ കാണണമെന്ന് പറഞ്ഞു. അപ്പോൾ ആ സമയത്ത് നായസ് ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിലൂടെ, അതായത് കടപ്പാക്കട ഭാഗത്തൂടെ ഒരു വലിയ പ്രകടനം പോകുന്നു. അപ്പം തിയേറ്ററിൽ നിന്ന് തന്നെ നഴ്സുമാരും ഡോക്ടേഴ്സും ഒക്കെ അത് ശ്രദ്ധിക്കുന്നുണ്ട്, ഈ സൗണ്ടൊക്കെ. അപ്പൊ ഡോക്ടർ ആ സമയത്ത് പറഞ്ഞൊരു സ്പോണ്ടേനിയസ് കോമഡിയാണ്, അയ്യോ കുഞ്ഞ് പ്രകടനത്തിന് പോയല്ലോ. അത് മമ്മിയെ പിന്നീട് വീണ്ടും എനിക്ക് തോന്നുന്നു കുഞ്ഞിനെ പുറത്തു കൊടുക്കുകയോ അല്ലെ ക്ലീനിങ്ങിനോ എന്തെല്ലാം ആയിരിക്കും. അപ്പം മമ്മി അത് ഓർത്ത് വെച്ചിട്ട് ഇപ്പൊ എപ്പോഴും പറയും അന്ന് പ്രമോദ് സാറ് പറഞ്ഞ കാര്യം. ചിന്ത എന്നാണ് പേര്. പക്ഷേ ട്രോളുകൾ ഒഴിഞ്ഞിട്ട് മിക്കപ്പോഴും സമയമൊന്നും ഉണ്ടാവാറില്ല. അപ്പൊ ഈ ചിന്തിക്കാതെ സംസാരിക്കുന്നത് കൊണ്ടാണ് പറ്റിപ്പോകുന്നതെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, അങ്ങനെ എനിക്ക് തോന്നുന്നില്ല. കാരണം വളരെ ചിന്തിച്ചാലോചിച്ച് നമ്മൾ സംസാരിച്ചാലും ട്രോള് വരേണ്ട സമയത്തൊക്കെ ട്രോള് വരും. കാരണം പുതിയൊരു കാലഘട്ടം അങ്ങനെയാണല്ലോ. അതായത് വിമർശിക്കാൻ വേണ്ടി വിമർശിക്കുന്ന ഒരു വിഭാഗം ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട്. പലപ്പോഴും ചിലതൊക്കെ കാണുമ്പോൾ ഞാൻ ഓർക്കും, ഞാൻ ഇതിൽ പ്രത്യേകിച്ച് പറഞ്ഞതിൽ തെറ്റൊന്നുമില്ല, പക്ഷേ എങ്കിലും അത് ട്രോളാക്കാൻ വേണ്ടി ട്രോളാക്കുന്നു. അതിപ്പോൾ അവർ അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്യുന്നതാണ്. കാരണം ഞാൻ ക്യൂബയിൽ പോയൊരു ഓർമ്മയെക്കുറിച്ച് പങ്കുവെച്ച സമയത്ത് ഞാൻ പറഞ്ഞു, ഞാൻ വിവിധ ഭൂഖണ്ഡങ്ങളിലെ മനുഷ്യരുമായിട്ട് സൗഹൃദം പങ്കുവച്ചു എന്നൊരു സെൻറ്റൻസ് പറഞ്ഞു. അടുത്ത സെൻറ്റൻസിൽ ഞാൻ പറയുന്നുണ്ട്, കേരളത്തിൽ നിന്നുള്ള ഞങ്ങൾ മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള, അതായത് ഫ്രാൻസിൽ നിന്നുള്ള സുഹൃത്തുക്കൾ, ജർമ്മനിയിൽ നിന്നുള്ള സുഹൃത്തുക്കൾ എന്നൊക്കെ പറഞ്ഞ് ഞാൻ വിശദീകരിക്കുന്നു. അപ്പോൾ ഇവരെന്താ, ഇപ്പോൾ ഈ പുതിയ വീഡിയോ കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, ഇവരെടുത്തിട്ട് വിവിധ ഭൂഖണ്ഡത്തിൽ നിന്നുള്ള മനുഷ്യർ, അതിന് തൊട്ടടുത്ത് കേരളം, ഫ്രാൻസ്, അപ്പം ഭൂഖണ്ഡങ്ങളെ അറിയുന്നില്ല ഇവർക്ക്. അപ്പം നമ്മളെ ഒരു ഈ പറഞ്ഞതുപോലെ ചിന്തയില്ലാത്ത ഒരാളാണ് എന്ന പ്രതീതി സൃഷ്ടിക്കാൻ വേണ്ടി ഇങ്ങനെ പറയുകയാണ്.
അപ്പം ഇതിന് ഞാൻ മറുപടി പറയണമെന്ന് ചോദിച്ചാൽ ഞാൻ മറുപടി പറയേണ്ട കാര്യമില്ല എന്ന് തന്നെ എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ ഓരോ കാര്യം ഇപ്പം ചേഗുവേരയുടെ മകളും കൊച്ചുമകളും ഇവിടെ വന്നു. ഇപ്പം നിങ്ങൾ രാജി വന്ന ഈ വീട്ടിൽ അവർ വന്നു, ഞങ്ങളിവിടെ ഇരുന്നു, ഭക്ഷണം കഴിച്ചു, പോയി. അപ്പം ഇത് ഞാൻ എൻ്റെ ഓർമ്മയായി പങ്കുവയ്ക്കുകയാണ്. പക്ഷെ അവരുടനെ അതിൻ്റെ കൂടെ മറ്റൊരു തമാശയുടെ ഭാഗമായിട്ടുള്ളൊരു വീഡിയോ ചേർത്തിട്ട് നമ്മൾ കളവ് പറയുന്നു എന്നുള്ള നിലയിലേക്ക് പറയുകയാണ്. അപ്പം ഇതിങ്ങനെ ഷെയർ ചെയ്യപ്പെട്ടു പോകുന്നു, ഇത് ജനങ്ങൾക്കിടയിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. അപ്പം ഇത്തരം കാര്യങ്ങളിൽ നമ്മളൊരു തെറ്റ് പറയേണ്ടതായിട്ടില്ല. പക്ഷെ ഏതെങ്കിലുമൊക്കെ തെറ്റുകൾ എൻ്റെ ഭാഗത്തുണ്ടായി അത് ചൂണ്ടിക്കാണിച്ചാൽ അത് തിരുത്താനും ഞാൻ തയ്യാറാണ്. അതിലൊക്കെ വളരെ തുറന്ന മനസ്സോടുകൂടിയാണ് അത്തരം കാര്യങ്ങളെ ഞാൻ കാണുന്നത്. ഇപ്പം ചിന്തയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പം SFI കാലം മുതൽ ഇവിടെ ഒരു രാഷ്ട്രീയ കേരളത്തിൽ കാര്യമായ ഇടപെടലുകളൊക്കെ നടത്തി പോകുന്ന ഒരാളാണ്. ചാനൽ ചർച്ചകളിൽ ഉണ്ടാവാറുണ്ട്, അങ്ങനെ സമരമുഖങ്ങളിലുണ്ട്, സംഘടനയുടെ തന്നെ വിവിധ പദവികൾ വഹിച്ചിപ്പോൾ സംസ്ഥാന കമ്മിറ്റിയിൽ എത്തി നിൽക്കുന്നു. അപ്പം ഇങ്ങനെ നിരന്തരം വേട്ടയാടലുകൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്ന ഒരു ആൾ കൂടിയാണ്, ഒരു വ്യക്തി കൂടിയാണ്. അപ്പം അതിൽ ഏറ്റവും മനസ്സിനെ വേദനിപ്പിച്ച ഒരു ഇൻസിഡൻറ്റ് ഏതാ? എനിക്ക് എന്നെ പേഴ്സണലി വേട്ടയാടുന്നത് അങ്ങനെ എന്നെ വേദനിപ്പിക്കാറില്ല. എന്നെ സംബന്ധിച്ച് എന്നെ വേദനിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ അമിതമായി വിശ്വസിക്കുന്ന ആളുകൾ എന്നെ ഏതെങ്കിലും തരത്തിൽ എന്നെ വിട്ടുപോവുകയോ അല്ലെങ്കിൽ എന്നെ പറ്റിക്കുകയോ ഒക്കെ ചെയ്യുന്ന ഘട്ടം, ആ ഒരു സന്ദർഭം മാത്രമേ എനിക്ക് ഒരു വേദന ഉണ്ടാകാറുള്ളൂ. കാരണം ഞാൻ 101% ആത്മാർത്ഥത കൊടുത്താണ് എൻ്റെ സൗഹൃദങ്ങളും ബന്ധങ്ങളും എല്ലാം സൂക്ഷിക്കാൻ ശ്രമിക്കാറുള്ളത്. അപ്പോൾ അതിലെനിക്ക് ഞാൻ തിരിച്ചത് പ്രതീക്ഷിക്കാറുണ്ട്. അത് ലഭിക്കാതെ വരുമ്പോൾ മാത്രമേ വേദനയെന്ന് പറഞ്ഞൊരു ഫീലിംഗ് എനിക്ക് ഉണ്ടാവാറുള്ളൂ. അല്ലാതെ നമ്മൾ വേട്ടയാടുമ്പോൾ ഒക്കെ ഞാനത് രാഷ്ട്രീയമായിട്ടാണ് കാണുന്നത്. അവർ വേട്ടയാടുന്നത് അവരുടെ നിലപാടിൻ്റെ ഭാഗമായിട്ടാണ്. ഞാൻ ഉയർത്തുന്ന നിലപാട് അവരെ അസ്വസ്ഥപ്പെടുത്തുന്നത് കൊണ്ടാണ് വേട്ടയാടുന്നത്. അല്ലാതെ പിന്നെ ഇപ്പം അമ്മയ്ക്ക് ഇടയ്ക്കൊരു അസുഖം ഉണ്ടാകും. ആ അസുഖത്തെ സംബന്ധിച്ച് ഞാൻ എൻ്റെ വളരെ അടുത്ത സർക്കിളിൽപ്പെട്ട ആളുകളോട് മാത്രമല്ലാതെ, സ്ട്രോക്ക് വന്നതാണ്, ഒരാളോട് ഞാനത് ഷെയർ ചെയ്യപ്പെട്ടിട്ടില്ല. പക്ഷെ പിന്നീട് മമ്മിയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ടെല്ലാം ഞങ്ങളുടെ ഒരു വീട് മാറി താമസിക്കുന്നതും അതെല്ലാം അനാവശ്യമായ ഒരു വിവാദമായി ഉയർത്തിക്കൊണ്ട് വരുമ്പം എനിക്ക് ആ വിവാദത്തിലോ അവർ ഉയർത്തിക്കൊണ്ട് വന്നതിലോ അല്ല പ്രയാസം. അപ്പോൾ എനിക്ക് എൻ്റെ കുറേ പേഴ്സണലായ കാര്യങ്ങൾ പൊതുമധ്യത്തിൽ പറയേണ്ടി വരുന്നു എന്നുള്ളത് എനിക്ക് ദുഃഖം തോന്നിയിട്ടുണ്ട്. പക്ഷെ അതൊന്നും അങ്ങനെ കൺസിസ്റ്റൻ്റായി എന്നെ നോവിക്കുന്ന ഒന്നല്ല. എന്നെ നോവിക്കുന്നത് ഞാൻ ഈ പറഞ്ഞതുപോലെ മറ്റുള്ളവർക്ക് ചിലപ്പോൾ സില്ലി എന്ന് തോന്നാവുന്ന എന്നാൽ എനിക്ക് ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളാണ് എന്നെ നോവിക്കുന്നത്. അല്ലാതൊന്നും അങ്ങനെ പൊതുവെ എല്ലാവരും പറയുന്നൊരു കാര്യം കൂടിയാണ് അഹങ്കാരിയാണ് എന്നുള്ളത്. പക്ഷെ അടുത്ത് അറിയാവുന്നവർക്കറിയാം അതങ്ങനെയല്ല എന്നുള്ളത്. അത് ഒരുപക്ഷെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പ്രസംഗത്തിന്റെ ഒക്കെ ഒരു ശൈലി കൂടി വെച്ചിട്ടാണ് ആളുകൾ വിലയിരുത്തുന്നത്. അപ്പം അത് ഈ കുഞ്ഞു ആളുകളിലൊക്കെ എല്ലാ പ്രസംഗവേദികളിലും അച്ഛനും അമ്മയും കൂടെ കൊണ്ടുപോകുമായിരുന്നു, എല്ലാ പ്രസംഗ മത്സരത്തിനും ചേർക്കുമായിരുന്നു എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ ആ കാലത്തിൽ തന്നെ അത് രൂപപ്പെട്ട് വന്നിട്ടുണ്ടാവണം ഒരു പക്ഷെ ആ ഒരു ശൈലി എന്ന് പറയുന്നത്. എന്നിട്ട് പിന്നെ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ പിന്നീട് എപ്പോഴെങ്കിലും ആ ശൈലിയൊക്കെ തിരുത്തണം അങ്ങനെ തോന്നിയിട്ടുണ്ട്? കാരണം അത് അന്ന് രൂപപ്പെട്ടു വന്ന ശൈലിയാണ്. ഇപ്പോഴത്തെ കാലത്തിന് യോജിച്ച വിധത്തിലാകണം എൻ്റെ ഒരു സംഭാഷണം എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം അന്ന് ക്ലാസ് മുറിക്കകത്തായിരിക്കും ചിലപ്പം പ്രസംഗിക്കുക. ക്ലാസ് മുറിക്കകത്ത് പ്രസംഗിക്കുമ്പോൾ മൈക്ക് ഉണ്ടാവില്ല, ഇരിക്കുന്ന ഓഡിയൻസ് വേറെ ആയിരിക്കും. പക്ഷെ ആ സ്റ്റൈലല്ലല്ലോ. നമ്മളൊരു പൊതുയോഗത്തിലേക്ക് പോകുമ്പോൾ കുറച്ചുകൂടി വേറൊരു രീതിയിൽ പ്രസംഗിക്കണം. ഒരു ഹാളിനകത്താണ് സംസാരിക്കുന്നതെങ്കിൽ ആ ഒരു രീതിയിലായിരിക്കണം സംസാരിക്കേണ്ടത്. ചില കാര്യങ്ങൾ നമ്മൾ അമിത ഗൗരവം കൊടുക്കാതെ കുറച്ച് ചിരിച്ചുകൊണ്ട് സംസാരിക്കണം എന്നൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ അതിൽ മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. എത്രത്തോളം അപ്ഡേറ്റഡ് ആയി? കുറച്ചൊക്കെ മാറുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഈ അഹങ്കാരി എന്നൊക്കെ പറയുന്നത് നമുക്ക് ഒരിക്കലും ഒരാളെ അങ്ങനെ വിലയിരുത്താൻ പറ്റില്ല. കാരണം എത്രയോ ബിംബങ്ങൾ നമ്മുടെ മുമ്പിൽ ഉടഞ്ഞു പോയിട്ടുണ്ട്. നമ്മൾ വളരെ നല്ല ഏറ്റവും നല്ല അതൊക്കെ ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതാണ്. യഥാർത്ഥത്തിൽ നമുക്ക് നേരിട്ടുണ്ടാകുന്ന അനുഭവങ്ങൾ വെച്ച് മാത്രമേ കാര്യങ്ങളെ വിലയിരുത്താവൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് ഏറ്റവും വിശ്വാസമുള്ള ഒരാൾ വന്ന് മൂന്നാമതൊരാളെ കുറിച്ച് ഒരു അഭിപ്രായം പറഞ്ഞാൽ പോലും ഞാൻ അത് എൻ്റെ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഞാൻ വിശ്വസിക്കൂ. മമ്മിയായിട്ട് പോലും ഞാൻ പലപ്പോഴും വഴക്കുണ്ടാക്കാറുണ്ട്. മമ്മി മറ്റൊരാളെ കുറിച്ച് ഒരു അഭിപ്രായം എൻ്റെ അടുത്ത് പറഞ്ഞാൽ ഞാൻ മമ്മീൻ്റെ അടുത്ത് പറയും, എനിക്കത് ബോധ്യപ്പെടാതെ ഞാൻ അത് തിരുത്തില്ല. അപ്പം പ്രേക്ഷകർ ഇത് കാണുമ്പം
ഇന്റർവ്യൂ കണ്ടിട്ടോ അല്ലെങ്കിൽ പ്രസംഗം കേട്ടിട്ടോ അല്ലല്ലോ നമ്മൾ ഒരാളെ വിലയിരുത്തേണ്ടത്. നമ്മൾ നേരിട്ട് കാണുമ്പോഴും നമ്മളൊരു ആവശ്യവുമായി അവരുടെ അടുത്തേക്ക് ചെല്ലുമ്പോഴോ അങ്ങനെ ഏതെങ്കിലുമൊക്കെ സന്ദർഭങ്ങളെ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ എനിക്ക് 100% കോൺഫിഡൻസ്. അങ്ങനെ പരിചയപ്പെട്ടിട്ടുള്ള മുഴുവൻ ആളുകൾക്കും എന്നോട് സ്നേഹമാണ്. അങ്ങനെ ഒരു എതിർ രാഷ്ട്രീയ പാർട്ടിയിലുള്ളവർക്ക് പോലും അങ്ങനെ ഒരു വൈരാഗ്യം എൻ്റെ അടുത്തില്ല. കാരണം ഞാൻ വളരെ സ്നേഹത്തോടു കൂടി ഇടപെടുന്ന ഒരാളാണ് എന്ന് അങ്ങനെ ഇടപെടാൻ ഞാൻ ബോധപൂർവ്വം ശ്രമിക്കാറുണ്ടായിരുന്നു. കാരണം നമ്മൾ ഈ പൊതുരംഗത്തൊക്കെ വന്നതിന്റെ ഭാഗം ഞാൻ കാണുന്നത് ഒരു പൊതുപ്രവർത്തകർ വേറൊന്നും ചെയ്യണ്ട. നമ്മൾ വളരെ നന്നായി നമ്മളെ വിളിക്കുന്ന ആളുകളുടെ പ്രശ്നങ്ങൾ കേൾക്കുക, നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എല്ലാം ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, പക്ഷെ നമുക്ക് ഒന്ന് കേൾക്കാൻ കഴിഞ്ഞാൽ അതിലൊന്ന് ഇടപെടാൻ കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഹൃദയത്തിനകത്ത് അതിനൊരു സാറ്റിസ്ഫാക്ഷൻ വരുമല്ലോ. അപ്പം അതാണ് ശരിക്കും വളർന്നു വന്നൊരു സാഹചര്യം നോക്കിക്കഴിഞ്ഞാൽ ഡാഡീസ് ഡോട്ടർ എന്ന് പറയാം. കാരണം ഒരു 9ാം ക്ലാസ് മുതലൊക്കെ ശരിക്കും പപ്പയായിരുന്നു ഏറ്റവും അടുത്ത കളിക്കുമ്പോൾ മുതൽ അങ്ങോട്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു വിയോഗം അതൊക്കെ പലയിടത്തായി പറഞ്ഞത് ഞാനും കേട്ടിട്ടുണ്ട്. അപ്പൊ ഇപ്പം പപ്പ ഇല്ലാത്തൊരു ലൈഫിനെ എങ്ങനെ നോക്കിക്കാണ്? പപ്പ ഇല്ലാത്ത ലൈഫ് എപ്പോഴും നമുക്കൊരു ഫീൽ ചെയ്യുമല്ലോ. കാരണം ഓരോരുത്തരെ സംബന്ധിച്ചും നമ്മുടെ ജീവിതത്തെ വളരെ സ്വാധീനിക്കുന്ന ആളുകൾ ഉണ്ടാവും. പപ്പ അങ്ങനെ എനിക്ക് വളരെയധികം ഒരു സ്വാധീനം ചെലുത്തിയിട്ടുള്ള വ്യക്തി തന്നെയാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, പപ്പായുടെ ജീവിതത്തിൻ്റെ ഒരു എക്സ്റ്റൻഷനായിട്ട് എന്നെ ഇങ്ങനെ കൊണ്ടു നടന്നു എന്നുള്ളതാണ്. പപ്പയുടെ കിഡ്നി വിരലിൻ്റെ അറ്റത്ത് ഇങ്ങനെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ പോകുന്നു എന്നുള്ളതാണ്. ഇപ്പം നമ്മളിരുന്ന് ഇന്റർവ്യൂ എടുക്കുന്ന ഈ വീടായാലും, ഈ വീട് യഥാർത്ഥത്തിൽ പപ്പ വയ്ക്കുന്നത് ഞാനിവിടെ അപ്പുറത്ത് വിമല ഹൃദയ സ്കൂളിൽ എന്നെ ചേർക്കണം എന്നുള്ളൊരു ആഗ്രഹത്തിന്റെ അടിസ്ഥാനത്തിൽ തൊട്ടടുത്ത് എവിടെങ്കിലും ഒരു ചെറിയ വസ്തുവും വീടും വാങ്ങണം എന്നുള്ളതാണ്. അപ്പോൾ പപ്പ കോയിക്കൽ സ്കൂളിലാണ് പഠിപ്പിക്കുന്നത്, പപ്പയും മമ്മിയും അവിടാണ്. അപ്പം ആദ്യമൊക്കെ ഞാൻ കോയിക്കലിൽ നിന്ന് പപ്പായാണ് എന്നെ ഇവിടെ കൊണ്ടുവന്ന് ആക്കുന്നത്. ഒരു മുറിയും ഒരു അടുക്കളയും എന്ന നിലയിൽ ഇത് പണിയണം എന്ന് പപ്പ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അടിസ്ഥാനം പണിഞ്ഞു കഴിഞ്ഞാൽ വൈകുന്നേരം എന്നെ വിളിക്കാൻ വന്നിട്ട് ഞാനും പപ്പായും കൂടി ഇവിടെ വന്ന് ഞാൻ എൻ്റെ സ്കൂൾ ബാഗും വാട്ടർ ബോട്ടിലും ഒക്കെ ഊരി വെച്ച് ഞങ്ങൾ രണ്ടും ഈ അടിസ്ഥാനത്തിന് വെള്ളം ഒഴിക്കും. പപ്പയും ഞാനും കൂടെ അടിസ്ഥാനത്തിന് വെള്ളം ഒഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ നടന്ന് ഇവിടെ കടപ്പാക്കട വരെ പോയി അവിടുന്ന് ബസ് കയറിയാണ് കോയിക്കൽ പോകുന്നത്. അപ്പം പപ്പായുടെ ഓരോ ജീവിതത്തിലെ ഓരോ പ്രയാസങ്ങളിലും ഒപ്പം ആ പ്രായം തൊട്ടേ ഇങ്ങനെ പോവാണ്. അതുപോലെ വീട് വെക്കാനായിട്ട് ലോൺ എടുക്കണം. അപ്പൊ ഇവിടെ കൊല്ലത്ത് ബിസിനസ് ചിട്ടി ഫണ്ട് എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിലാണ് ലോൺ എടുക്കാനായിട്ട് ഞാനും പപ്പായും കൂടെ പോകുന്നത്. ഞാനന്ന് 5-6 വയസ്സേ ഉള്ളൂ. അപ്പൊ അതിന്റെ ഓണറെ കാണുമ്പോൾ പപ്പ പറഞ്ഞു, ഇങ്ങനെ സ്കൂളില് മോള് ഇപ്പം ഫസ്റ്റ് സ്റ്റാൻഡേർഡിലാണ് എന്ന് പറഞ്ഞു. അപ്പം ബിസിനസ് ചിട്ടി ഫണ്ട് ഓണർ പപ്പയോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, മോക്ക് പ്രസംഗങ്ങളൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഇവിടെ ഇംഗ്ലീഷ് പത്രം വരുത്തുന്നുണ്ട്. അപ്പം ശനിയോ ഞായറോ സാറ് വന്നാൽ എല്ലാ പത്രങ്ങളും കൂടെ ഒരാഴ്ചത്തെ പത്രം തരാം, അത് മോക്ക് വായിക്കാൻ കൊടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങള് പപ്പയും ഞാനും ഇടയ്ക്ക് പോയത് കളക്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഇന്ത്യൻ എക്സ്പ്രസ് ഒക്കെ വായിക്കാനായിട്ട് ആ ബിസിനസ് ചിട്ടി ഫണ്ടിന്റെ ഓണറാണ് അന്ന് ഞങ്ങൾക്ക് തരുന്നത്. പിന്നെ പപ്പായും മമ്മിയും ഞാനും എന്നും വൈകുന്നേരം ആകുമ്പോൾ ഞങ്ങള് ചിന്നക്കടയിൽ പോകും, ഇവിടെ ടൗണിൽ പോകും, സുപ്രഭാതത്തിലും ഏതെങ്കിലും ഹോട്ടലുകളിൽ പോയി ഭക്ഷണം കഴിക്കും. പപ്പയ്ക്കും മമ്മിക്കും പിന്നെ എനിക്ക് എക്സാം ആണെങ്കിലും അല്ലെങ്കിൽ എനിക്ക് ഹോംവർക്ക് ചെയ്യണമെങ്കിൽ അതൊന്നും അവരെ ബാധിക്കുന്ന വിഷയമേ അല്ല. എന്നെ എല്ലായിടത്തും ഒരു വാലുപോലെ ഇങ്ങനെ കൊണ്ടുപോകുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ ജീവിതത്തിലെ സന്തോഷങ്ങളും ഇവരുടെ ജീവിതത്തിലെ പ്രയാസങ്ങളും എല്ലാം നേരിട്ട് കണ്ട് അനുഭവിച്ച് ഇങ്ങനെ പോവാണ്. പിന്നീട് ഞാൻ പറഞ്ഞാൽ ഒരു 9ാം ക്ലാസ് ഒക്കെ ആവുമ്പോൾ പപ്പ റിട്ടയർഡ് ആവുന്നുണ്ട്. മമ്മി പിന്നെയും കുറച്ച് നാള് തുടരുകയാണ് സ്കൂളിൽ. അപ്പൊ കൂടുതൽ പപ്പായുമായിട്ട് അടുക്കുവാണ്. ഞാൻ ഉച്ചയ്ക്ക് വീട്ടിൽ വരുമ്പോൾ പപ്പ ഉണ്ട്, അപ്പൊ ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷണം കഴിക്കും. പപ്പ പിന്നെ ഒരു നിമിഷം പോലും വെറുതെ ഇരിക്കത്തില്ല. ഇപ്പം ഇവിടെ പറമ്പ് അങ്ങനെ വൃത്തിയാക്കാൻ ഇല്ലാത്തത് കൊണ്ട് റോഡിന്റെ 2 സൈഡിലെയും പുല്ല് ചെത്തുക, അതൊക്കെയാണ് പപ്പായ്ക്ക് ഇഷ്ടപ്പെട്ട കാര്യം. അപ്പം പപ്പ അങ്ങനെ വളരെ സാധാരണക്കാരിൽ സാധാരണക്കാരനായ മനുഷ്യനാണ്. അധ്യാപകനാണ്, പക്ഷെ അതിനോടൊപ്പം തന്നെ കൃഷിയും ഇത്തരം കാര്യങ്ങളെല്ലാം ഇഷ്ടപ്പെടുന്ന ആളാണ്. അതുപോലെ തന്നെ വളരെ ബുദ്ധിമുട്ടിക്കൊണ്ട് തന്നെ എന്നെ നല്ലതുപോലെ എത്തിക്കണം, എനിക്കൊരു നല്ല ഭാവി ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി ഒരുപാട് ത്യാഗങ്ങൾ സഹിക്കുകയും ചെയ്തിട്ടുള്ള. അപ്പൊ അതുകൊണ്ട് ആ പപ്പായായിട്ടുള്ള അടുപ്പം എനിക്ക് വളരെ വലുതായിട്ടുണ്ട്. ഒരു ദിവസം ഞാൻ ഇതിലൊക്കെ ഓർമ്മ പറഞ്ഞിട്ടുള്ളതുപോലെ പെട്ടെന്ന് ഹാർട്ട് അറ്റാക്ക് വന്നാണ് പപ്പ മരിക്കുന്നത്.
പക്ഷെ അന്നേരവും ഞാൻ പെട്ടെന്ന് വണ്ടി വിളിക്കാനായിട്ട് പുറത്തു പോയതാണെന്ന് പപ്പയ്ക്ക് മനസ്സിലായോ എന്നുള്ള വിഷമം ഇപ്പോഴും ഉണ്ട്. നെറ്റ് ഉണ്ട്, PhD ഉണ്ട്, ഒരു കോളേജ് അധ്യാപികയാവാനുള്ള യോഗ്യതകളൊക്കെ കയ്യിലുണ്ട്. ഒന്ന് പോയി പഠിപ്പിച്ചാലോ എന്നെപ്പോഴും തോന്നിയിട്ടുണ്ടോ? ഒരുപാട് തവണ ഞാൻ കോളേജ് അധ്യാപിക ആകാനുള്ള പരിശ്രമം നടത്തുകയും ചില സമയത്തൊക്കെ കോളേജ് അധ്യാപികയായി ചെറിയ നിലയിലൊക്കെ പ്രവർത്തിച്ചിട്ടുമുണ്ട്. ഞാൻ PG ഫാത്തിമ കോളേജിൽ നിന്നാണ് കഴിഞ്ഞത് ഇംഗ്ലീഷ്. B.Ed കർമ്മൽ റാണി ട്രെയിനിങ് കോളേജിൽ ചെയ്തു. PhD ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇംഗ്ലീഷ് കേരള യൂണിവേഴ്സിറ്റിയിലാണ് ചെയ്തത്. അപ്പോൾ PhD ചെയ്യുന്ന എനിക്ക് JRF കൂടിയാണ്, ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ് ഉണ്ട് ആ സമയത്ത്. അപ്പം നെറ്റും JRF ക്ലിയർ ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ച് പ്രയാസകരമായ കോമ്പറ്റീറ്റീവ് എക്സാം ആണ്. അത് ക്ലിയർ ചെയ്താണ് പോയത്. അപ്പൊ ആ ഘട്ടത്തിലൊക്കെ എൻ്റെ മനസ്സിൽ കോളേജ് അധ്യാപിക ആകണം എന്ന് തന്നെയാണ്. അപ്പം SM കോളേജിൽ അപേക്ഷ ക്ഷണിച്ച സമയത്ത് ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അന്ന് അതിന്റെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. NSSൽ കോളേജുകളിൽ വിളിച്ചപ്പോൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഓൾ സെയിൻസിൽ വിളിച്ചപ്പോൾ അപ്ലൈ ചെയ്തു. ഫാത്തിമ കോളേജിൽ ഞാൻ ഇന്റർവ്യൂവിന് പോയിട്ടുണ്ട്. പക്ഷേ എന്തോ പല ഘട്ടങ്ങളിലും അങ്ങനെയൊക്കെ പോയിട്ടും ആ ഒരു മേഖലയിലേക്ക് തിരിയേണ്ട ഒരു സാഹചര്യം വരുമ്പോൾ അതിലേക്ക് പോകാതെ വീണ്ടും U-ടേൺ എടുത്ത് പൊതുരംഗത്തേക്ക് തന്നെ വന്ന് നിൽക്കുന്ന ഒരു സ്ഥിതിയാണ് ഉള്ളത്. കുറച്ചുനാൾ പഠിപ്പിച്ചു. അധ്യാപനം എനിക്ക് ഇഷ്ടമാണ്. കാരണം ഞാൻ പഠിപ്പിച്ചത് കൊണ്ട് തന്നെ അവർക്ക് എന്നോട് ആ ഒരു റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഒരു ജോലിയിലേക്ക് പ്രവേശിക്കുന്ന ഘട്ടത്തിലാണ് യൂത്ത് കമ്മീഷന്റെ ചുമതലയിലേക്ക് വരുന്നത്. പിന്നെ ഞാൻ എന്നാൽ പിന്നെ ആ ചുമതലയിലേക്ക് പോകാം എന്നൊരു ഡിസിഷൻ ആ സമയത്ത് എടുത്ത് പിന്നെ 6.5 വർഷക്കാലം യുവജന കമ്മീഷന്റെ ചെയർമാനായി പ്രവർത്തിച്ചു. പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും ഓരോ ഘട്ടങ്ങൾ വരുന്നു. പിന്നെ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് വരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ വന്നപ്പോൾ അതിന്റെ ഭാഗമായി നിൽക്കുന്നു. പക്ഷെ ഞാൻ മനസ്സുകൊണ്ട് വളരെ ഇഷ്ടപ്പെട്ട് തന്നെയാണ് പൊതുരംഗത്ത് നിൽക്കുന്നത്. അധ്യാപികയാകുന്നതും എനിക്ക് സന്തോഷം നൽകുന്ന കാര്യം തന്നെയാണ്. പാർട്ടി വിദ്യാഭ്യാസം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ജില്ലയിൽ അതിന്റെ ചുമതലയൊക്കെ ഉള്ള ഒരു ആളായിട്ടാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. പാർട്ടിയിൽ നിരവധിയായിട്ടുള്ള പഠന ക്ലാസ്സുകൾ അതുപോലെ തന്നെയുള്ള സ്കൂളുകളൊക്കെ നമ്മൾ സംഘടിപ്പിക്കാറുണ്ട്. EMS അക്കാഡമിയിലൊക്കെ റെഗുലറായിട്ട് ഇപ്പൊ ക്ലാസ്സുകളുണ്ട്. അപ്പം അത്തരത്തിൽ അധ്യാപനം ഒരിക്കലും വിട്ടുകളയണം എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അത് ഏത് മേഖലയിലായിരിക്കണം, എത്രത്തോളം ഉണ്ടാവണമെന്നൊക്കെ ഉള്ളത് കാലം പോകുന്നതനുസരിച്ച് തീരുമാനിക്കപ്പെടും. എനിക്ക് അത്രയും ഇഷ്ടമുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. എനിക്ക് പഠിപ്പിക്കാൻ ഇഷ്ടമാണ്. അതുപോലെ തന്നെ സിനിമ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു മേഖലയാണ്. ഞാൻ PhD ചെയ്തത് സിനിമയിലാണ്. കഴിയുന്നത്ര ഒരു സിനിമയും മിസ് ചെയ്യാൻ ഞാൻ ശ്രമിക്കാറില്ല. അപ്പം എനിക്ക് അതുപോലെ തന്നെ എനിക്ക് വളരെ ഒരു ആഴത്തിലുള്ള ഇന്റർവ്യൂകൾ, വളരെ പ്രധാനപ്പെട്ട മനുഷ്യരുമായി സംസാരിക്കാൻ എനിക്ക് വലിയ ഇഷ്ടമാണ്. ഞാൻ സ്റ്റുഡന്റിന്റെ ചുമതലയുള്ള സമയത്ത്, SFIയിൽ സ്റ്റുഡന്റിന്റെ ചുമതലയുള്ള സമയത്ത് നിരവധിയായിട്ടുള്ള വ്യക്തികളുടെ ഇന്റർവ്യൂ അന്ന് ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ എനിക്ക് ഇഷ്ടമുള്ള പല പല ഫീൽഡുകളുണ്ട്. നമ്മളിപ്പോ ഒരു തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞു നിൽക്കുന്നൊരു സമയമാണ്. അപ്പം 2 മുന്നണികളും LDF ആവട്ടെ UDF ആകട്ടെ വലിയൊരു പ്രതീക്ഷയിലൂടെയാണ്. അങ്ങനെ പിണറായി വിജയനെ മാറ്റി നിർത്തിയിട്ട് ഒരു വനിതാ മുഖത്തേക്ക് ഉയർത്തി കൊണ്ടുവന്നിരുന്നെങ്കിൽ അത് കുറച്ചുകൂടി പോസിറ്റീവ് ആവുമായിരുന്നില്ലേ LDFന്? ഒരിക്കലും അല്ല. ഒന്ന്, ഈ തെരഞ്ഞെടുപ്പ് LDFന് വളരെ അനുകൂലമായ റിസൾട്ട് വരാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പ് തന്നെയാണ്. അതിന്റെ കാരണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, ഈ തെരഞ്ഞെടുപ്പിനെ നയിച്ചത് കേരളത്തിന്റെ നായകനായിട്ടുള്ള സഖാവ് പിണറായി ആണ് എന്നുള്ളത് തന്നെയാണ്. കാരണം സഖാവ് പിണറായിയുടെ മേൽ ജനങ്ങൾക്കൊരു വലിയ വിശ്വാസമുണ്ട്. ഇടതുപക്ഷത്തിന്റെ ഇന്നത്തെ ഏറ്റവും വലിയ കരുത്ത് എന്താണെന്ന് ചോദിച്ചാൽ അത് സഖാവ് പിണറായിയുടെ നേതൃത്വം തന്നെയാണ്. സഖാവ് പിണറായി ഓരോ കാര്യങ്ങളിലും എടുക്കുന്ന ശരിയായ നിലപാട്, അത് നമുക്കെല്ലാവർക്കും കണ്ടുപഠിക്കേണ്ട ഒരു കാര്യമാണ്. അദ്ദേഹത്തിന്റെ ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷനകത്ത് അദ്ദേഹത്തിന്റെ ഒരു മാനേജ്മെന്റ്, ക്രൈസിസ് മാനേജ്മെന്റ്. ഇപ്പം പ്രളയം വന്ന സമയത്ത് നമ്മൾ കാത്തിരുന്നത് 5 മണിക്കുള്ള അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനം കാണാനാണ്. കോവിഡിന്റെ സമയത്ത് നമ്മൾ കാത്തിരുന്നത് അദ്ദേഹം എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് നൽകുന്നതെന്നുള്ളതാണ്. വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്ന കാര്യത്തിൽ ഏറ്റവും റീസെന്റ് ആയിട്ട് ചൂരൽമലയിലെ സംഭവം തന്നെ എടുത്തു നോക്കൂ. അവിടെ ടൗൺഷിപ്പ് നിർമ്മിച്ച ആളുകൾക്ക് കയ്യിൽ കൊടുക്കാനായി കഴിയുന്ന വിധത്തിലേക്കുള്ള ഒരു ആർജവം, അത് ചെയ്യാൻ കഴിഞ്ഞൊരു ഗവൺമെന്റാണ്. ഈ ഗവൺമെന്റിന് എന്ത് ഗവൺമെന്റിന്റെ ഭരണവിരുദ്ധ വികാരം ഉണ്ട് എന്ന് ചോദിച്ചാൽ ഒരു കാര്യം പോലും നമ്മുടെ നാട്ടിൽ മനുഷ്യർക്ക് പറയാനില്ല. എന്തുകൊണ്ട് ഈ സർക്കാർ മാറണം എന്ന് ചോദിച്ചാൽ അതിനൊരു ഉത്തരം ഇല്ല. കാരണം ക്ഷേമ പ്രവർത്തനങ്ങൾ, വികസന പ്രവർത്തനം, ഈ 2 കാര്യത്തിലും ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു ഗവൺമെന്റാണ്. ഇതിന്റെ നായകനാണ് സഖാവ് പിണറായി. അപ്പം ഒരു കാര്യവും ഇല്ലാതെ എന്നാ പിന്നെ വെറുതെ അങ്ങ് മാറിക്കോട്ടെ എന്ന് പറയുന്നതല്ലാതെ
എന്തിനു മാറണമെന്ന് ചോദിച്ചാൽ ഒരു ഉത്തരയില്ല. യൂത്തിനെ സംബന്ധിച്ച് കണക്ട് വർക്ക് സ്കോളർഷിപ്പ്, അതുപോലെ തന്നെ സംരംഭകത്വത്തിൽ രാജ്യത്ത് 1ാം സ്ഥാനത്തേക്ക് കേരളം എത്തുന്നു. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ നമ്മൾ 1ാമതെത്തുന്നു. അതുപോലെ തന്നെ നമ്മുടെ സ്ത്രീകൾക്ക് വീട്ടമ്മമാരുടെ പെൻഷൻ അതിദരിദ്രരെ ഇല്ലാതാക്കാൻ കഴിയുന്ന നിലയിലേക്ക് കേരളം മാറും. ക്ഷേമ പെൻഷൻ അത് 2000 രൂപയാക്കി മുടക്കമില്ലാതെ കയ്യിലേക്ക് കൊടുക്കുന്നു. അപ്പോൾ ലൈഫിലൂടെ 5 ലക്ഷത്തിലധികം ആളുകൾക്ക് വീട് കൊടുക്കുന്നു. സ്കൂളുകൾ പാഠപുസ്തകം കയ്യിൽ കിട്ടുന്നത്, അല്ലെങ്കിൽ ആരോഗ്യ മേഖല, ഓരോന്നും എടുത്ത് നമ്മൾ നോക്കുമ്പോൾ ഉണ്ടാകുന്ന മാറ്റം അത് നമ്മൾ പ്രത്യേകം കാണേണ്ടതാണ്. അപ്പം ഇതിലെവിടാണ് ഭരണത്തിനകത്തൊരു പിഴവ് പറ്റിയത്? ഈ വികസനത്തിനൊക്കെ തുടർച്ച വേണമെന്നല്ലേ ജനങ്ങൾ ആഗ്രഹിക്കുന്നത്? UDF ആണ് വരുന്നതെങ്കിൽ, അധികാരത്തിൽ വരുന്നതെങ്കിൽ എന്തുകൊണ്ട് തോറ്റു എന്നൊക്കെ ചിന്ത കരുതുന്നു? ഇതൊരു ഹൈപ്പോത്തറ്റിക്കൽ ക്വസ്റ്റ്യൻ അല്ലേ, അതിന് എന്ത് ഉത്തരം പറയാനാണ്? കാരണം ഞാൻ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് നടത്തിയൊരു പ്രവർത്തനമാണ്. ഓരോ വീടുകളിലും പോയി മനുഷ്യരെ കണ്ട് സംസാരിച്ചു, സ്ഥാനാർത്ഥിക്കൊപ്പം പോയി, അതുപോലെ തന്നെ ഗ്രഹസന്ദർശനം, പല പരിപാടികളുടെ ഭാഗമായി. അന്നൊക്കെ എനിക്ക് ബോധ്യപ്പെട്ടൊരു കാര്യം എന്ന് പറയുന്നത്, ജനങ്ങൾ എല്ലാവരും വളരെയധികം ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ട് നിൽക്കുകയാണ്. അതുകൊണ്ട് UDF അധികാരത്തിൽ വരുമെന്നുള്ളൊരു ചിന്തയെ എന്നെ സംബന്ധിച്ചില്ല. അങ്ങനെ ഒരു സ്ഥിതിയിലേക്ക് കേരളത്തിൽ മാറ്റം ഉണ്ടാകുമെന്നും ഞാൻ കരുതുന്നില്ല. പിന്നീട് അങ്ങനെ ഉണ്ടായാൽ എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചാൽ അത് ആ സമയത്ത് നമ്മൾ എന്താണ് എന്ന് പഠിക്കേണ്ടി വരുന്ന ഒരു കാര്യമാണ്. അതായത് ഈ സമയം വരെ ചിന്തിക്കുന്നില്ല, അങ്ങനെ ഒരു കാര്യത്തെ കുറിച്ച് ചിന്തിക്കുന്നില്ല. ഉറപ്പായും നമ്മൾ റിസൾട്ട് വരുമ്പോൾ നമ്മൾ അധികാരത്തിൽ തുടരും. കാരണം അത് ജനങ്ങൾക്ക് വേണ്ടിയാണ്, കേരളത്തിന് വേണ്ടിയാണ്, അല്ലാതെ വ്യക്തിപരമായി നമ്മുടെ ആരുടെ ആഗ്രഹമല്ല. അതിനപ്പുറം രാഷ്ട്രീയമായി ഈ നാട് മുമ്പോട്ട് പോകണമെങ്കിൽ ഉറപ്പായും 10 വർഷം കൊണ്ട് നമ്മൾ നേടിയെടുത്തൊരു നേട്ടമുണ്ട്. അതെങ്ങാനും ഒന്ന് മാറി വേറൊരു ഭരണം വന്നാൽ വീണ്ടും ഒരു 15 വർഷം കേരളം പുറകോട്ട് പോകും. പിന്നെ ഇതിനെ വീണ്ടും തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ എത്ര നാളത്തെ പരിശ്രമമാണ്. അപ്പൊ അതുകൊണ്ട് ഉറപ്പായും ജനം ഇത് മനസ്സിലാക്കും, നമുക്ക് തുടർഭരണം ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞാൻ. ചിന്ത ഫീൽഡ് ഔട്ട് ആയി, അല്ലെങ്കിൽ ചിന്തയ്ക്ക് വിന്നബിലിറ്റി ഇല്ല എന്ന് പറയുന്നവരോട് അത്ര വിമർശനങ്ങളോട് എന്താ പറയാനുള്ളത്? അല്ല, പാർട്ടിയാണ് ആര് മത്സരിക്കണം ആര് മത്സരിക്കേണ്ട എന്ന് തീരുമാനിക്കുന്നത്. അപ്പൊ പാർട്ടി എടുക്കുന്ന ഏത് തീരുമാനത്തോടും ചേർന്ന് നിൽക്കുക എന്നുള്ളതാണ് പാർട്ടി പ്രവർത്തകർ എന്ന നിലയിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്നത്. ഇപ്പൊ ഓരോ മേഖലയ്ക്കകത്താണ് നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇപ്പൊ യുവജന മുന്നണിയുടെ ഭാഗമായി ഡിവൈഎഫ്ഐയുടെ ഭാഗമായി പ്രവർത്തിക്കുകയാണ്. അപ്പൊ ഡിവൈഎഫ്ഐ നൽകുന്ന ഉത്തരവാദിത്തങ്ങളുണ്ട്, അത് ചെയ്യുന്നുണ്ട്. യുവജന കമ്മീഷന്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് കുറച്ചുകൂടി വിസിബിലിറ്റി ഉള്ള ഒരു പോസ്റ്റ് ആയിരുന്നു അത്. അതായത് 40 വയസ്സിന് മുകളിൽ 18നും 40നും ഇടയിലുള്ള ചെറുപ്പക്കാരുടെ വിഷയങ്ങളിൽ ഇടപെടുക എന്നുള്ളതാണ്. ഒരു 6.5 വർഷക്കാലം ഞാൻ ആ ഒരു ഉത്തരവാദിത്വം നിർവഹിച്ചുകൊണ്ടാണ് നിന്നത്. അപ്പൊ അതില് എനിക്ക് സംഘടനയ്ക്ക് അകത്തുള്ള പ്രവർത്തനങ്ങളല്ല, അതിന് പുറത്തേക്ക് പോയി മറ്റു വിഷയങ്ങളിൽ ഇടപെടുക, പൊതുവിഷയങ്ങളിൽ ഇടപെടുക, അതെല്ലാം ചെയ്യാൻ കഴിയും. അപ്പൊ കുറച്ചുകൂടി ഒരു വിസിബിലിറ്റി സോഷ്യൽ മീഡിയയിലും അല്ലെങ്കിൽ മീഡിയയിലും ഒക്കെ നമുക്ക് കിട്ടും. പക്ഷെ ഈ 6.5 വർഷക്കാലത്തിന് ശേഷം 2 ടേം ഇരുന്നു. ഒരാൾക്ക് 2 ടേമേ ഇരിക്കാൻ പറ്റൂ. ആ 2 ടേമും യൂത്ത് കമ്മീഷന്റെ ചെയർപേഴ്സണായി പ്രവർത്തിച്ചു. പിന്നുള്ളത് ഞാൻ സംഘടനാ പ്രവർത്തനത്തിലാണ് ഇപ്പൊ കേന്ദ്രീകരിക്കുന്നത്. അത് ഒരുപക്ഷെ ജനങ്ങൾക്ക് പുറത്തുനിന്ന് കാണാൻ പറ്റുന്ന ഒരു വർക്കല്ല. ഞങ്ങൾ പോയി ജനറൽ ബോഡികൾ കൂടും, ഞങ്ങൾ ബ്രാഞ്ചുകൾ കൂടും, ലോക്കൽ കമ്മിറ്റികൾ കൂടും, അവിടെ കാര്യങ്ങൾ അവതരിപ്പിക്കും. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ പാർട്ടി ക്ലാസ്സുകളുണ്ട്, പഠന സ്കൂളുകളുണ്ട്, അതിന്റെയൊക്കെ ഭാഗമാകും. ചില ഘട്ടങ്ങളിൽ സ്പെഷ്യൽ കമ്മിറ്റികൾ വിളിക്കും. ഞങ്ങളുടെ മാഗസിനുകൾ, ഞങ്ങളുടെ പത്രം ദേശാഭിമാനി, ഇതിന്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പോകും. അപ്പൊ ഇതൊക്കെ ഒരുപക്ഷെ പൊതുസമൂഹത്തിന് കാണാനോ പെട്ടെന്ന് വിസിബിൾ ആവുകയോ ചെയ്യുന്ന കാര്യങ്ങളല്ല. അതുകൊണ്ടായിരിക്കും അവർ നോക്കുമ്പോൾ നേരത്തെ ഉള്ളതുപോലെ അല്ലല്ലോ എന്ന് പറയുന്നത്. പക്ഷെ നേരത്തേനേക്കാൾ കൂടുതൽ പണിയാണ് ഇപ്പൊ ചെയ്യുന്നത്. അത് സംഘടനാ വർക്കാണ് എന്നുള്ളതാണ്. അപ്പൊ രണ്ടും നമ്മൾ ഒരുപോലെ തന്നെ എൻജോയ് ചെയ്ത് ചെയ്യുക. സംഘടനാ വർക്ക് എന്ന് പറയുന്നത് കൂടുതൽ എൻജോയ്മെന്റ് ഉള്ള ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മുടെ സഖാക്കളെ കുറച്ചുകൂടെ പോയി കാണുക, നേരിട്ട് കാണുക, ഇടപെടുക. മറ്റേത് കുറച്ചുകൂടി ഒരു ഗവൺമെന്റിന്റെ പ്രവർത്തനത്തിന്റെ ഭാഗമാണ്. രണ്ട് തരത്തിലാണ്. പക്ഷെ ഈ 2 ഉത്തരവാദിത്വം നൽകുന്ന പാർട്ടിയാണ്. ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകളുടെ മുന്നേറ്റത്തിനൊക്കെ വേണ്ടിയിട്ട് വളരെ നന്നായിട്ട് ചർച്ച ചെയ്യുകയും അതിനുവേണ്ടി ശ്രമിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു പാർട്ടി, ഒരു മുന്നണി സംവിധാനം കൂടിയാണ് LDF. എന്നിട്ടും എന്തുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പൊക്കെ വരുന്ന സമയത്ത് നമ്മൾ അങ്ങനെ സ്ത്രീ പ്രാതിനിധ്യം കുറഞ്ഞു പോകുന്നത്? അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശൈലജ ടീച്ചറെ പോലെ വളരെ കരുത്തയായ ആളുകൾ ഉണ്ടായിട്ട് പോലും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഇത്തരം ആളുകളെ പരിഗണിക്കാൻ പറ്റുന്ന ഒരു രീതിയിലേക്ക്, അതായത് CPM എപ്പോഴും കാലത്തിന് മുന്നേ നടക്കുന്ന ഒരു പാർട്ടി ആയിട്ടാണ് നമ്മൾ എപ്പോഴും CPM അല്ലെങ്കിൽ LDF നമ്മൾ അങ്ങനെ ഒരു മുന്നണിയായിട്ടാണ് കാണുന്നത്. എന്നിട്ടും എന്താണ് ഈ ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട
പ്രധാനപ്പെട്ട പദവികളിലേക്ക് വരും അതിപ്പോഴും പുരുഷനിൽ തന്നെ ഒതുങ്ങി പോകുന്നത്? മറ്റു പാർട്ടികളെക്കാൾ വ്യത്യസ്തമായിട്ട് സ്ത്രീകൾക്ക് കൂടുതൽ അംഗീകാരം നൽകാൻ CPIM പരിശ്രമിക്കാറുണ്ട്, ഇടതുപക്ഷം LDFും പരിശ്രമിക്കാറുണ്ട്. പക്ഷെ ഇത്രയും മതിയോ എന്ന് ചോദിച്ചാൽ ഇത്രയും പോരാ. ഇനിയും നമുക്ക് മുമ്പോട്ട് പോകണം. അത് നമ്മുടെ സമൂഹം പൊതുവെ ഒരു പുരുഷ മേധാവിത്വ സമൂഹമാണ്. അതിന്റെ ഒരു പരിച്ഛേദം തീർച്ചയായിട്ടും എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കകത്തും ഉണ്ട്. കേരളത്തെ സംബന്ധിച്ച് സ്ത്രീകൾക്ക് ഒരുപാട് അംഗീകാരം നൽകാൻ ഇടതുപക്ഷ ഗവൺമെന്റുകൾ പരിശ്രമിച്ചിട്ടുണ്ട്. ഇപ്പൊ വീട്ടമ്മമാരുടെ പെൻഷൻ തൊട്ട് ജെൻഡർ ജസ്റ്റിസ് ബോർഡ് തൊട്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, പ്രത്യേകമായി സ്ത്രീകൾക്ക് വേണ്ടി ഒരു വകുപ്പ് രൂപീകരിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലെല്ലാം ഇടപെട്ടിട്ടുണ്ട്. പക്ഷെ എങ്കിലും ഇനിയും മുമ്പോട്ട് പോകണ്ടേന്ന് ചോദിച്ചാൽ ഉറപ്പായും മുമ്പോട്ട് പോകണം. പിന്നീട് ഒരാളെ നമ്മളൊരു മുഖ്യമന്ത്രിയായ ഒരു വനിതയെ പ്രതിഷ്ഠിച്ചത് കൊണ്ട് മാത്രം സ്ത്രീകൾക്ക് മുന്നേറ്റം ഉണ്ടാവുമെന്ന് ഞാൻ പേഴ്സണലി വിശ്വസിക്കുന്നില്ല. വനിത വരണ്ടേന്ന് ചോദിച്ചാൽ വനിത വരണം, അത് വനിത വരേണ്ട സമയത്ത് വനിത വരും. പക്ഷേ ഇപ്പം പ്രധാനമന്ത്രിയായി വനിത വന്നു, രാജ്യത്തെ സ്ത്രീകളുടെ അവസ്ഥ മെച്ചപ്പെട്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നല്ലേ ഉത്തരം. പ്രസിഡന്റായി വനിത വന്നു, രാജ്യത്തെ സ്ത്രീകളുടെ അവസ്ഥ എന്താണ്? അപ്പൊ ഇവിടെ ഒരു വനിതാ മുഖ്യമന്ത്രി ഇല്ലാത്തതാണ് പ്രശ്ന കാരണമെന്ന് പറയേണ്ടതില്ല. നിലപാടുകളാണ് പ്രധാനം. സ്ത്രീപക്ഷ നിലപാട് എടുക്കുന്ന ഭരണാധികാരികൾ വരണം. പിണറായി സ്ത്രീപക്ഷ നിലപാടുകൾക്കകത്ത് വളരെ ഷാർപ്പായി ഇടപെടുന്ന ഒരാൾ തന്നെയാണ്. അത് നടിയെ ആക്രമിച്ച വിഷയമായാലും ഓരോ ഘട്ടങ്ങളിൽ അദ്ദേഹം എടുത്തിട്ടുള്ള നിലപാടുകൾ നമുക്ക് എടുത്തു നോക്കിയാലും അറിയാം. സ്ത്രീപക്ഷ നിലപാട് എടുത്തുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പോയിട്ടുള്ളത്. പക്ഷേ നമ്മുടെ സമൂഹത്തിനകത്ത് സ്ത്രീ പുരുഷ തുല്യതയിലേക്ക് വേണ്ടിയുള്ള പോരാട്ടം അത് ശക്തമായി നടക്കുന്നുണ്ട്. അതിന് പാർട്ടി വലിയ പിന്തുണയാണ് നൽകുന്നത്. പാർട്ടി നടത്തുന്ന അത്തരം പ്രവർത്തനങ്ങളുടെ ഭാഗമായി മഹിളാ സംഘടനകളുണ്ട്. അതിന്റെ എല്ലാ ഭാഗമായിട്ടാണ് ഞങ്ങൾ എല്ലാവരും ഒത്തു നിന്ന് പോകുന്നത്. പക്ഷെ അപ്പോഴും മെയിൻ സ്ട്രീമിലേക്ക് ഇവരെ കൊണ്ടുവരുന്നതിന് എന്താണ് പാർട്ടിക്ക് ഒരു തടസ്സം? തടസ്സമില്ല. മെയിൻ സ്ട്രീമിലേക്ക് നിരവധി സ്ത്രീകൾ വരുന്നുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ തന്നെ വളരെ ചെറിയ പ്രായത്തിലാണ് സംസ്ഥാന കമ്മിറ്റിയിലേക്ക് വരുന്നത്. ശൈല ടീച്ചർ ലോകം ആദരിക്കുന്ന ആരോഗ്യമന്ത്രിയായി പ്രവർത്തിക്കാൻ അവസരം കൊടുത്തത് ഈ പാർട്ടിയാണ്. വീണ ജോർജിന് പ്രവർത്തിക്കാൻ അവസരം കൊടുത്തത് ഈ പാർട്ടിയാണ്. ശ്രീമതി ടീച്ചറിന് പ്രവർത്തിക്കാൻ അവസരം കൊടുത്ത പാർട്ടിയാണ്. രാജ്യസഭയിൽ ഉൾപ്പെടെ TN സീമയെ പോലുള്ള വനിതകൾക്ക് പോകാനായിട്ട് അവസരം കൊടുത്തത് നമ്മുടെ പാർട്ടിയാണ്. യൂത്ത് കമ്മീഷൻ പോലൊരു ഉത്തരവാദിത്വത്തിലേക്ക് ഒരു പെൺകുട്ടിയെ തീരുമാനിച്ചത് പാർട്ടിയാണ്. തിരുവനന്തപുരത്തിന് മേയറായി ഒരു 21-കാരിയെ തീരുമാനിച്ചത് പാർട്ടിയാണ്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഒരുപാട് ഉത്തരവാദിത്തങ്ങളിലേക്ക് സ്ത്രീകൾക്ക് അംഗീകാരം കൊടുക്കാനും മുമ്പോട്ട് കൊണ്ടുവരുവാനും ഇടപെട്ടിട്ടുള്ളത് തന്നെയാണ്. ഇപ്പം ഒരു വനിത എന്നുള്ള നിലയ്ക്ക് അത്തരം നിർദ്ദേശങ്ങൾ, അപ്പൊ സംസ്ഥാന കമ്മിറ്റി അംഗം കൂടിയാണ്, അപ്പം ആ രീതിയിലേക്ക് നിർദ്ദേശങ്ങളൊക്കെ വെക്കാൻ എപ്പോഴെങ്കിലും അവസരം കിട്ടിയിട്ടുണ്ടോ? ഉണ്ട്. ഒരുപാട്. നമ്മൾ സ്റ്റേറ്റ് കമ്മിറ്റിയിലും മിക്ക സമയങ്ങളിലും ചർച്ചകളിൽ പങ്കെടുക്കാറുണ്ട്. ആ ചർച്ചകൾക്കകത്ത് ഇത്തരം അഭിപ്രായങ്ങൾ പറയാറുണ്ട്. നമ്മുടെ അഭിപ്രായങ്ങൾ പലപ്പോഴും പരിഗണിക്കപ്പെടുകയും തീരുമാനങ്ങളായി മാറിയിട്ടുമുണ്ട്. ഇതിലൊക്കെയുള്ളൊരു സന്തോഷം നമുക്ക് പല ഘട്ടത്തിലും തോന്നിയിട്ടുണ്ട്. അപ്പൊ വീണ്ടും വ്യക്തി ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ക്ലീശ ചോദ്യമാണ്, എന്നാലും ഈ മമ്മിയുടെ സംസാരം കുറെ കൂടിയൊക്കെ ശ്രദ്ധിക്കുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് ഇവിടെ ചോദിക്കണം. മമ്മിയുടെ ഒരു ആഗ്രഹമാണ് ചിന്തയുടെ കല്യാണം പള്ളിയിൽ വെച്ച് നടത്തണം. നമ്മളെപ്പോഴും അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ല, ഞാൻ അങ്ങനെ എവിടെ വെച്ച് നടത്തണം എന്നൊന്നും ചിന്തിച്ചിട്ടില്ല. നമുക്ക് നോക്കാം. വരുന്നത് കല്യാണത്തെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? സ്വാഭാവികമായി എല്ലാരും ചിന്തിക്കുന്നത് പോലെ ചിന്തിച്ചിട്ടുണ്ട്. അത് നമുക്ക് നോക്കാം, വരുമ്പോ അറിയിക്കാം. ഒരു പ്രണയം ഉണ്ടായിട്ടുണ്ടോ ജീവിതത്തിൽ? ഒന്നോ? നമ്മളെ ജീവിതത്തിൽ ഇങ്ങനെ ഒന്നെന്നും പറയാൻ പറ്റില്ലല്ലോ. കാരണം ഇപ്പം മനുഷ്യ ജീവിതത്തിന്റെ എത്ര ഒരു 3 പതിറ്റാണ്ടൊക്കെ ആവുന്നല്ലോ. അപ്പൊ ഉറപ്പായും പ്രണയങ്ങൾ ഒരുപാട് ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. കല്യാണത്തിലേക്ക് എത്തിയില്ല. കല്യാണത്തിലേക്ക് എത്തിയെങ്കിൽ നിങ്ങൾ അറിഞ്ഞേനുമല്ലോ. പ്രണയം എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും ജീവിതത്തിൽ വളരെ സന്തോഷം നൽകുന്ന, നമുക്ക് നമ്മുടെ ജീവിതത്തെ മുമ്പോട്ട് നയിക്കുന്ന ഒന്നാണ്. നല്ലതായിരുന്നു. ഇപ്പൊ ഈ അടുത്താണ് ഇപ്പൊ ഈ ചൈനയിലൊക്കെ പോയി വന്നതിന് ശേഷമാണ് ഈ വ്ളോഗിങ്ങിലൊക്കെ കുറച്ചുകൂടി എന്താണ് ഒരു ആളുകളൊക്കെ വന്നിട്ട് കമന്റ് ചെയ്യാനും ഫോളോ ചെയ്യാനൊക്കെ തുടങ്ങി. മറ്റു ചാനൽ ചർച്ചകൾ ഇതേപോലെ ഇന്റർവ്യൂ ഒക്കെ ആയിരുന്നു. ഇപ്പൊ സ്വന്തം നിലയ്ക്ക് വ്ളോഗറൊക്കെ ആയി. അപ്പൊ അതെങ്ങനെയാ അത് എൻജോയ് ചെയ്യുന്നത്? കൊണ്ടുപോകണം ആഗ്രഹമുണ്ട്. എന്താ കൊണ്ടുപോകണം എനിക്ക് ആഗ്രഹമുണ്ട്. വ്ളോഗർ ആയതൊന്നും അല്ല, യഥാർത്ഥത്തിൽ ക്യൂബയിൽ പോയപ്പോഴാണ്. കാരണം ക്യൂബ എന്ന് പറഞ്ഞാൽ ഒരുപാട് അകലത്തുള്ളൊരു സ്ഥലമാണല്ലോ. അതും എനിക്ക് പോവാൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ച സ്ഥലമല്ല. അതാ ഇവിടെ കണ്ടില്ലേ, ചെഗുവേരയൊക്കെ ഞാൻ വീട്ടിന്റെ മുമ്പിലും വീട്ടിനകത്തും റൂമിലും എല്ലാം ആരാധനയോടുകൂടി കാണുന്നതാണ്, എല്ലാരെയും പോലെ. അപ്പം ചേയുടെ നാട്ടിലേക്ക് പോകുന്നു, ചേയ അടക്കിയ മണ്ണിലേക്ക് പോകുന്നു, ചേയുടെ മകളും കൊച്ചുമകളും ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ അവരുടെ സ്ഥലത്തേക്ക് പോകുന്നു, ഫിദലിന്റെ നാട്ടിൽ പോകുന്നു, ഹോസെ മാട്ടിയുടെ നാട്ടിൽ പോകുന്നു. ക്യൂബയിൽ പോകുന്നു എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് അതൊരു ഡ്രീം കം ട്രൂ ആയിരുന്നു. അപ്പൊ ഞാൻ അവിടെ ചെന്നപ്പം എനിക്ക് കണ്ട കാര്യങ്ങളൊക്കെ ഞാൻ എന്റെ പ്രിയപ്പെട്ടവരുമായിട്ട് പങ്കുവച്ചതാണ്. ഇവിടുന്ന് പോയ സമയം മുതൽ, ഇവിടുന്ന് ആദ്യം ഇസ്താംബുൾ പോയി, ഇസ്താംബുളിൽ നിന്നാണ് ക്യൂബയിൽ പോയത്. ക്യൂബയും കേരളവും വളരെ സമാനമാണ്. ഇത് കേരളം തന്നെ ആണോ എന്ന് നമുക്ക് പലപ്പോഴും തോന്നിപ്പോകാറുണ്ട്. അവിടുത്തെ ജനങ്ങളുടെ ഒരു രാഷ്ട്രീയ ധാരണ മുതൽ
അവിടുത്തെ പരിസ്ഥിതി, പ്രകൃതി, അതുപോലെ തന്നെ ഭക്ഷണത്തിനകത്ത് അവരുടെ പ്രിപ്പറേഷനകത്ത് വ്യത്യാസം ഉണ്ടെങ്കിലും നമ്മുടെ മത്സ്യം കിട്ടുന്നത്, അതുപോലെ തന്നെ മറ്റ് വിഭവങ്ങൾ, അതിലെല്ലാം വളരെ സമാനതകളുണ്ട്. ക്യൂബയിൽ ഞാൻ പോയി അവിടുത്തെ വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചതാണ്. ഫുട്ബോളിനോടുള്ള ഇഷ്ടം, അത് കേരളവും ക്യൂബയും തമ്മിൽ നമുക്ക് വലിയ സാമ്യത. കടല്, എനിക്ക് കൊല്ലം ബീച്ചിൽ നിൽക്കുന്ന പോലാണ് ചില സമയത്ത് അവിടുത്തെ പല സ്ഥലങ്ങളിലും നിൽക്കുമ്പോൾ തോന്നുന്നു. അങ്ങനെ എനിക്ക് കണ്ട കാര്യങ്ങളൊക്കെ എന്റെ തന്നെ ക്യാമറയിൽ ഞാൻ എനിക്ക് അറിയാവുന്ന ഭാഷയിൽ ജനങ്ങളുമായിട്ട് പങ്കുവെച്ചതാണ്. പക്ഷെ ചിലതൊക്കെ നല്ല വിധത്തിൽ അത് ഷെയർ ചെയ്യപ്പെട്ടു പോയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, ഇടയ്ക്ക് ഞാൻ കൊല്ലത്ത് വന്ന് ചാമക്കടയിൽ മാർക്കറ്റിൽ നിന്നപ്പോ നമ്മുടെ CITU സഖാക്കൾ വന്നിട്ട് ചോദിച്ചു, സഖാവെ എത്ര രൂപയാവും, ഞങ്ങൾക്കൊന്ന് പോണം, കാരണം അടക്കിയ സ്ഥലം, ഫിദലിനെ അടക്കിയ സ്ഥലത്തൊക്കെ ഒന്ന് പോണം, ഞങ്ങൾക്കൊന്ന് കാണണം. അതെനിക്ക് ഭയങ്കര ഗൂസ് ബംസ് വന്നു. കാരണം നമ്മുടെ ഒരു വ്ളോഗ് കണ്ടിട്ട് നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ നാട്ടിലെ സഖാക്കൾ വന്നിട്ട് അത് ചോദിക്കുന്നു എന്നുള്ളത് എനിക്ക് വലിയ സന്തോഷം തോന്നിയ കാര്യമാണ്. പൊതുപ്രവർത്തനം എന്ന് പറഞ്ഞാൽ ജനങ്ങളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണല്ലോ. അത് ഏത് മാർഗത്തിലും നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. പഴയ തലമുറ പുസ്തകങ്ങളാണ് എഴുതിയിരുന്നതെങ്കിൽ ഇപ്പോഴത്തെ തലമുറയ്ക്ക് ഒരുപക്ഷെ വ്ളോഗ് ചെയ്തുകൊണ്ടായിരിക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അത് ആ രൂപത്തിൽ തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്.